മലപ്പുറം ജില്ലയിലെ തിരൂര് വൈലത്തൂരിനടുത്ത് അയ്യായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം ഉള്ളത്. ഇതാണ് നരിമട. ഇതിന് എത്ര പഴക്കമുണ്ടെന്നൊന്നും ചോദിച്ചാൽ കൃത്യമായിട്ട് ആർക്കും അറിയില്ല. അതിന് കാരണമുണ്ട്. ഇത് ഇവിടെ ആരുണ്ടാക്കിയതല്ല, പ്രകൃതി തന്നെ ഉണ്ടാക്കിയതാണിത്. ഉള്ളിലേക്ക് കയറിയ ഏകദേശം ഒരു 50 മീറ്റർ ഒക്കെ നമുക്ക് നടന്നു പോവാം. അത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഒരു 3 തുരങ്കങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞത്. അതിന്റെ ഉള്ളിൽ കൂടെ കയറിയാൽ ഈ നിൽക്കുന്ന സ്ഥലം പോലെ തന്നെ ഒരു ഗുഹ കൂടി അതിന്റെ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ അടുത്തുള്ള 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള കിണറുകളൊക്കെ കുഴിക്കുന്ന സമയത്ത് ഈ തുരങ്കങ്ങൾ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ശരിക്കും തിരൂര് ഭാഗത്തുള്ള എത്ര ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവും? കണ്ടവരൊക്കെ കുറവായിരിക്കും അല്ലെ? പക്ഷെ ഈ സ്ഥലങ്ങളൊന്നും ടൂറിസം ഭൂപടത്തിലൊന്നും തപ്പിയാ കിട്ടൂലട്ടാ. നമ്മളവിടെ വന്ന സമയത്ത് കുറച്ച് കുട്ടികളും മാഷും ഉണ്ടായിരുന്നു. അവിടെ ഇതിനെപ്പറ്റി പരിചയപ്പെടുത്തി കൊടുക്കണ്ടായിരുന്നു മാഷ്. ഇത്ര വലിയൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായിരുന്നോ? തൊട്ടടുത്തല്ലേ? അപ്പൊ ഇത് നരിമട എന്നറിയപ്പെടുന്നതാണ്. ഈ നരിമട നിൽക്കുന്ന ഭാഗത്ത് വേറെയും കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇതിന് നേരെ താഴത്തിന് ഒരു പാറക്കുഴി ഉണ്ട്. മഴക്കാലത്ത് വന്ന് കുളിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. ചെറിയൊരു വെള്ളച്ചാട്ടം ഇതിന്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ടാവും. തീർന്നിട്ടില്ലട്ടാ, ഒരടിപൊളി സൺസെറ്റ് വ്യൂ ഉള്ള കിടിലൻ സ്പോട്ടാണിത്. സൺസെറ്റ് വ്യൂ മാത്രമല്ല, ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ കടല് കാണാൻ പറ്റും. ഈ ചെറിയ പെരുന്നാളാകുമ്പോക്കിന് ഇവിടെ നല്ല കുട്ടികളെ ഒരു അടിപൊളി പാർക്കും ഒരു ഫുഡ് കോർട്ടും വരുന്നുണ്ട്. അതിന്റെ മുകളിലാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത്. വൈകുന്നേരങ്ങളിൽ സൺസെറ്റിന്റെ ഭംഗി ആസ്വദിച്ച് ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ ഈ വ്യൂ പോയിന്റിന്റെ മുകളിൽ നിന്നാൽ കടൽ കാണാൻ പറ്റും. ഫാമിലി ആയിട്ട് ഇനി നേരെ മിനി ഊട്ടിക്ക് പോയണ്ട, നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഇതൊക്കെ ഒന്ന് വന്ന് നിങ്ങൾ ആദ്യം കാണി.